അല്ലാഹു. ഈ മഹാപ്രപഞ്ചത്തിന്റെയും പ്രപഞ്ചത്തിലുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ സകലതിന്റെയും സ്രഷ്ടാവും രക്ഷിതാവും പരിപാലകനും നിയന്താവും ആരോ ആ ശക്തിയെയാണ് അല്ലാഹു എന്ന് പറയുന്നത്. അല്ലാഹു അഥവാ ദൈവം ഏകനാണ്. ദൈവം, ഈശ്വരൻ എന്നൊക്കെ മലയാളത്തിൽ പറയുന്നതിന് അറബിയിൽ അല്ലാഹു എന്ന് പറയുന്നു. എന്നാൽ ചില സവിശേഷതകൾ ഈ പദത്തിനുണ്ട്. അറബി ഭാഷയിൽ അല്ലാഹു എന്ന പദം ഏകവചനമാണ്. ബഹുവചന, സ്ത്രീലിംഗ, പുല്ലിംഗ പ്രയോഗങ്ങൾ ഇതിനില്ല. നിഷ്കളങ്കമായ സ്നേഹത്തോടും കീർത്തനങ്ങളോടും ആദരവോടും വിനയത്തോടും വിധേയത്വത്തോടും ഭയത്തോടും പ്രത്യാശയോടും സമർപ്പണത്തോടും മനസ്സാക്ഷി അംഗീകരിക്കുന്ന ദൈവത്തിനാണ് അറബിയിൽ അല്ലാഹു എന്ന പദം പ്രയോഗിക്കുക. അല്ലാഹു ഏകനാണ് എന്ന് മാത്രമല്ല, സർവജ്ഞനും സർവശക്തനുമാണ്. ഉടമസ്ഥനും പരമാധികാരിയുമാണ്. പരമകാരുണികനും കരുണാവാരിധിയുമാണ്. ഉന്നതനും ഉത്കൃഷ്ടനുമാണ്. വിശുദ്ധ ഖുർആൻ അരുളുന്നു, ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനയാവുക, സമുദ്രങ്ങളെല്ലാം മഷിയാവുക. വേറെയും 7 സമുദ്രങ്ങൾ അതിനെ പോഷിപ്പിക്കുക. എന്നാലും അല്ലാഹുവിന്റെ വചനങ്ങൾ എഴുതി തീർക്കാനാവില്ല. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ, തീർച്ച. മറ്റൊരിടത്ത് ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: പ്രഖ്യാപിക്കുക, അവൻ അല്ലാഹുവാകുന്നു. അവൻ ഏകനാണ്, ആരുടെയും സഹായം വേണ്ടാത്തവൻ, എല്ലാവരും ആശ്രയിക്കുന്നവൻ. അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിച്ചിട്ടുമില്ല, അവന് തുല്യനായി ആരുമില്ല. അധ്യായം 112.